സുഹൃത്തുക്കളെ, ഞാനിന്ന് പൊന്മുടിയിലാണ് എത്തിയിട്ടുള്ളത്. ഏകദേശം 1100 മീറ്റർ ഉയരത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുള്ള ഒരു ലൊക്കേഷനാണ്. കൂടുതൽ പഠിക്കാൻ നമുക്ക് വീഡിയോ ഒന്നായിട്ട് എടുക്കാം, കുറച്ച് കൂടുതലായിട്ട്. ഓക്കെ, മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ തന്നെ പൊതുവെ നല്ല ഒരു തെറ്റില്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു ലൊക്കേഷൻ. അപ്പോൾ നമുക്ക് വന്ന് കാണാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും പറ്റുന്ന ഒരു ലൊക്കേഷനാണ് പൊന്മുടി. ചുറ്റുപാടും ഹിൽസുകളാൽ നല്ല രസമായിട്ട് തോന്നാം. നല്ല ഒരു വാച്ച് ടവർ ഉണ്ട്, ലോങ്ങിൽ കാണുന്നതല്ലേ ഒരു വാച്ച് ടവർ. അത് നല്ല രസമാണ്. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര അപാര കാഴ്ചയാണ്. പഴയ ഞാൻ പൊന്മുടിയിൽ മുമ്പ് വന്നിട്ടുണ്ട്. അന്നൊന്നും ഇത്രക്ക് ഒരു സൈറ്റായിട്ട് എനിക്ക് തോന്നിയില്ല, എന്തുകൊണ്ടാണെന്നറിയില്ല. ശരിക്കും പറയുക വെച്ചാൽ നമ്മളുടെ പ്രകൃതി ലോല പ്രദേശങ്ങളിൽ ഏറ്റവും കാടിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ടുള്ള ഒരു സൈറ്റാണ് പൊന്മുടി. ഇങ്ങനെ പാറയുടെ മുകളിലൂടെ കുറേയാണ് കയറിയിട്ട് ഇവിടെ ഒരു നല്ലൊരു സൈറ്റ് ഉണ്ട്. നമുക്കൊന്ന് നോക്കാം അതെങ്ങനെയുണ്ട്. നിങ്ങൾക്ക് നമ്മളുടെ ഭൂപ്രകൃതി ഒന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഇത് എത്രമാത്രം കാടിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നതെന്ന് മനസ്സിലാവും. ഒരു വാച്ച് ടവർ നല്ല ഹൈറ്റിലാണ് കിടക്കുന്നത്. ഇവിടെ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്താ പറയുക, എപ്പോൾ ഇവിടെ വരുമ്പോഴും ഭയങ്കര മൂടലാവും. ഇന്ന് എന്തോന്നറിയില്ല, മൂടലില്ല, നല്ല രസം. ജീവിതമാകുന്ന യാത്ര നമ്മളെന്തായാലും ഇവിടുന്ന് പോകേണ്ട ആൾക്കാരാണ്. കണ്ടത് കാഴ്ച എന്ന് പറയും പഴയ കാരണന്മാർ. വളരെ സത്യമാണത്. കാരണം ഇത്രയും പ്രകൃതിലോല പ്രദേശമായ ഒരു ഏരിയ, ഗവിയിലേക്ക് ആ ലൊക്കേഷനിലാണ് ഇത് വരുന്നത്. ഏഷ്യയിലെ ഏറ്റവും പ്രകൃതി ലോല പ്രദേശമാണ് ഗവി. അതിൻ്റെയൊക്കെ കുറച്ച് ഈ ഭാഗത്ത് അഗസ്ത്യകൂടത്തിൻ്റെയൊക്കെ ഒരു സെൻട്രലായിട്ടാണ് ഇപ്പോൾ ഇതെനിക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ പടിഞ്ഞാറ് വശം ചെറിയ മൂടലുണ്ട്, അത് കാരണം കാണാൻ പറ്റുന്നില്ല.